726 അടി ഉയരം, ലക്ഷക്കണക്കിന് ടൺ ജലസമ്മർദ്ദം. ഇത്രയും വലിയൊരു നദിയെ ഒരു കോൺക്രീറ്റ് ചുവരിന് എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ കഴിയുന്നത്? അതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് ഫിസിക്സിൻ്റെ ഒരു മാന്ത്രികതയാണ്. ഹൂവർ ഡാം യഥാർത്ഥത്തിൽ ഒരു ആർച്ച് ഗ്രാവിറ്റി ഡാം ആണ്. അതായത് ഇത് നേരെ നിൽക്കുന്ന ഒരു ചുവരല്ല, മറിച്ച് വെള്ളത്തിന് നേരെ വളഞ്ഞു നിൽക്കുന്ന ഒരു വില്ലു പോലെയാണ്. ഈ വളവ് കാരണം വെള്ളം ഡാമിനെ പിന്നിലേക്ക് തള്ളുമ്പോൾ ആ ഭീമാകാരമായ മർദ്ദം മുഴുവൻ ഡാമിൻ്റെ ഇരുവശത്തുമുള്ള കട്ടിപ്പാറകളിലേക്ക് തുല്യമായി മാറ്റപ്പെടുന്നു. ഡാം സ്വയം അതിൻ്റെ ഭാരം കൊണ്ട് താഴ്വരയിലേക്ക് അമർന്നിരിക്കുകയും ചെയ്യുന്നു. എഞ്ചിനീയറിങ്ങിൻ്റെ ഈ തത്വം 100ഓളം വർഷമായിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ ഇന്നും നിലനിൽക്കുന്നു. പക്ഷേ ഈ ഡാം പണിയുന്നതിന് മുമ്പ് എഞ്ചിനീയർമാരുടെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മറ്റൊന്നായിരുന്നു. ആരെയും അനുസരിക്കാതെ പോകുന്ന കൊളറാഡോ നദിയെ എങ്ങനെ ഒന്ന് ഇരുത്താം? അതിനായി അവർ ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസമാണ്. ഡാം പണിയേണ്ട സ്ഥലത്ത് അവിടെ നിന്നും നദിയെ പൂർണ്ണമായും വഴിതിരിച്ചുവിട്ടു. ഇതിനായി മലയിടുക്കുകളിലൂടെ 56 അടി വീതിയിൽ 4 കൂറ്റൻ ഡൈവേർഷൻ തുരങ്കങ്ങൾ അവർ കുഴിച്ചെടുത്തു. കഠിനമായ ചൂടിൽ കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ ആ തുരങ്കങ്ങളിൽ ശ്വാസം മുട്ടിയും അപകടങ്ങളിൽപ്പെട്ടും 100-ലധികം തൊഴിലാളികളാണ് അക്കാലത്ത് ജീവൻ വെടിഞ്ഞത്. ആ രക്തസാക്ഷിത്വത്തിൻ്റെ മുകളിലാണ് ഇന്നീ കാണുന്ന ഡാം തലയുയർത്തി നിൽക്കുന്നത്. ഈ ഡാം തടഞ്ഞു നിർത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കേട്ടാൽ നമ്മൾ ഞെട്ടും. ഇതിലൂടെ രൂപപ്പെട്ട ലേക്ക് മീഡ് അമേരിക്കയിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണിയാണ്. പൂർണ്ണശേഷിയിൽ ഇതിൽ ഏകദേശം 9.3 ട്രില്യൺ ഗാലൻസ് ഓഫ് വാട്ടർ സംഭരിക്കാൻ കഴിയും. അതായത് കാലിഫോർണിയ പോലെയുള്ള വലിയ സംസ്ഥാനത്തെ മുഴുവൻ 2 വർഷത്തേക്ക് വെള്ളത്തിനടിയിൽ മുക്കാൻ ആവശ്യമായ അത്രയും വെള്ളം. എന്നാൽ സമീപകാലത്ത് കാലാവസ്ഥ വ്യതിയാനം കാരണം ഇവിടത്തെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മലകളിൽ കാണുന്ന ആ വെളുത്ത വരകൾ പണ്ട് വെള്ളമുണ്ടായിരുന്ന അവസ്ഥയെ നമുക്ക് കാണിച്ചു തരുന്നു. ഡാമിലേക്ക് ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം വന്നാൽ എന്തു ചെയ്യും? അതിനാണ് ഇതിൻ്റെ ഇരുവശങ്ങളിലുമായി 2 ഭീമാകരമായ സ്പിൽവേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഡാമിൻ്റെ സുരക്ഷാ വാൽവുകളാണിവ. 50 അടി വീതിയിലുള്ള വലിയ ഗേറ്റുകളാണ് ഇതിനുള്ളത്. ചരിത്രത്തിൽ ആകെ 2 തവണ മാത്രമാണ് ഈ സ്പിൽവേകൾ പൂർണ്ണമായി തുറക്കേണ്ടി വന്നിട്ടുള്ളത്. അതിൽ 1983-ലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സ്പിൽവേ തുറന്നപ്പോൾ ഉണ്ടായ സംഭവം ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചു. അതിവേഗത്തിൽ വെള്ളം പാഞ്ഞു പോയപ്പോൾ ഉണ്ടായ കാവിറ്റേഷൻ എന്ന പ്രതിഭാസം കാരണം വെള്ളത്തിൻ്റെ വേഗതയിൽ വാക്യൂം ബബിൾസ് ഉണ്ടായി കോൺക്രീറ്റ് തകരുന്ന അവസ്ഥ. 3 അടി കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളും കട്ടിപ്പാറയും നദീ തുരങ്കത്തിൽ നിന്നും ഇളകിപ്പോയി. പിന്നീട് അത്യാധുനിക എയർ സ്പോട്ടുകൾ പണിതാണ് ശാസ്ത്രജ്ഞർ ഈ പ്രശ്നം പരിഹരിച്ചത്. മനുഷ്യൻ്റെ ബുദ്ധിയും പ്രകൃതിയുടെ ശക്തിയും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ സ്മാരകമാണ് ഹൂവർ ഡാം. ഒരുപക്ഷെ മനുഷ്യവർഗം മുഴുവൻ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായാൽ പോലും 2 ലക്ഷം വർഷത്തോളം തകരാതെ നിൽക്കാൻ
ഈ കോൺക്രീറ്റ് വിസ്മയത്തിന് കഴിയും എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ശാസ്ത്രവും ചരിത്രവും നിറഞ്ഞ ഹൂവർ ഡാമിൻ്റെ ഈ രണ്ടാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സിനിമാറ്റിക് ട്രാവൽ വ്ലോഗുമായി വീണ്ടും കാണാം. ബൈ ബൈ.